ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ഒരു HDR ഷാർപ്പൻ CC ആണ്. സോ അലൈറ്റ് മോഷനിൽ നമ്മൾ HDR ഷാർപ്പൻ CC ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു ടൈമില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി കുറഞ്ഞൊരു വീഡിയോ നിങ്ങളെടുത്തിട്ടുണ്ട്, അത് കുറച്ച് ക്വാളിറ്റി കൂട്ടിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു CC നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ ഫ്യൂനിമേറ്റ് എന്ന് പറഞ്ഞ ആപ്പിലാണ് നമ്മൾ ഈ ഒരു CC ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫ്യൂനിമേറ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. സോ എന്തായാലും നമുക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ഫ്യൂനിമേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട CC ഇടേണ്ട വീഡിയോ ഇതിലോട്ട് ആദ്യം ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളോട് റേഷ്യോ ചോദിക്കും. ഞാനിവിടെ അതായത് ആ ഒരു 9:16 എന്ന് പറഞ്ഞ റേഷ്യോ നമ്മുടെ റീൽസിൻ്റെ റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോയിലാണ് നമ്മൾ CC ഇടാനായിട്ട് പോകുന്നത്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കീ ഫ്രെയിം, അടിയിലായിട്ട് നിങ്ങൾക്ക് കീ ഫ്രെയിം കാണാൻ പറ്റും. സോ ജസ്റ്റ് കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെർച്ച് ചെയ്താൽ മതി ഷാർപ്പൺ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഷാർപ്പൺ എഫക്റ്റ് നമുക്ക് കിട്ടും. അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 20 അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അൺഷാർപ്പൺ എന്ന് സെർച്ച് ചെയ്യുക, അൺഷാർപ്പൺ മാസ്ക്. സോ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് എമൗണ്ട് 100ഉം റേഡിയസ് 50ഉം. പിന്നെ മാസ്കിൻ്റെ കാര്യത്തിൽ അത് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് വൈറ്റ് ബാലൻസ് ആണ്. ഇത് ജസ്റ്റ് നമുക്ക് ആ ഒരു CC ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ജസ്റ്റ് വൈറ്റ് ബാലൻസ് ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ചെറിയൊരു CC നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഞാൻ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് CC നമ്മളൊരു വെലോസിറ്റി എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫ്ലിക്കറിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഫ്ലാഷ് എഫക്റ്റ് ഒക്കെ. സോ ജസ്റ്റ് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫ്ലാഷ് എന്ന് സെർച്ച് ചെയ്യാം. സോ നമുക്ക് ആ ഒരു ഫ്ലാഷ് എഫക്റ്റ് കിട്ടും. സോ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ നമുക്കത് കാണാനും പറ്റും ആ ഒരു ഫ്ലാഷ് എഫക്റ്റ്. ഓക്കെ, സോ ഇത്ര വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലാഷ് എഫക്റ്റ് ഇപ്പോൾ ബ്ലാക്ക് ആണ്, അത് മാറ്റിയിട്ട് വൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് അത് വൈറ്റ് ആക്കാവുന്നതാണ്. ഡൺ ക്ലിക്ക് ചെയ്യുക. സോ അത് വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ചോയ്സാണ് ഏത് വേണമെന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് തന്നെയാണ് ആക്കുന്നത്. ബ്ലാക്കാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ട് വന്നത്. ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ മൈ ഗോഡ്. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഇവിടെ പക്ക റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് ആ ഒരു CC എന്ന് ഞാൻ പറഞ്ഞത്. സോ ഇത് കറക്റ്റ് ഒരു HDR ടച്ച് ഉണ്ടെങ്കിലും നമുക്ക് ലൈറ്റ് മോഷനിൽ ചെയ്യുന്ന അത്രയും ഒരു പെർഫെക്ഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അതിൽ നമ്മൾ ഹെയ്സ് ഫ്ലവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്കൊരു HDR ഷാർപ്പൻ CC വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും യൂട്യൂബിൽ നിങ്ങൾ വെലോസിറ്റി ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു CC നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ ഫ്യൂനിമേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ലിങ്കും ഉണ്ട് എൻ്റെ. സോ ആ ടെലിഗ്രാമിൽ പോയിട്ട് നിങ്ങൾക്കത് ഡയറക്റ്റ് ആയിട്ട് ഒറിജിനൽ വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ മാക്സിമം എല്ലാവരും ഈ ഒരു CC ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും എവിടെയെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ. സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.